2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച ഇന്ത്യൻ താരം റിങ്കു സിംഗ് മികച്ച ഫോമിൽ. ആഭ്യന്തര ടൂർണമെന്റായ വിജയ് ഹസാരെ ട്രോഫിയിൽ റിങ്കു സെഞ്ചുറി നേടിയിരിക്കുകയാണ്. ഇന്നലെ ചണ്ഡീഗഡിനെതിരെ നടന്ന മത്സരത്തിൽ ഉത്തർപ്രദേശിന് വേണ്ടി ബാറ്റ് ചെയ്ത റിങ്കു 60 പന്തിൽ 4 സിക്സും 11 ഫോറും അടക്കം 106 റൺസുമായി പുറത്താകാതെ നിന്നു. റിങ്കുവിന്റെ സെഞ്ചുറി കരുത്തിൽ ഉത്തർപ്രദേശ് 227 റൺസിന്റെ തകർപ്പൻ വിജയമാണ് നേടിയത്. റിങ്കുവിനെ കൂടാതെ ആര്യൻ ജുവൽ സെഞ്ചുറിയും ധ്രുവ് ജുറ അർദ്ധ സെഞ്ചുറിയും ഉത്തർപ്രദേശിന് വേണ്ടി നേടി. ന്യൂസിലാൻഡിനെതിരെയുള്ള ഇന്ത്യയുടെ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ ജനുവരി ആദ്യം തന്നെ BCCI പ്രഖ്യാപിക്കും. ജനുവരി 11-നാണ് 3 മത്സരങ്ങളടങ്ങുന്ന ഏകദിന പരമ്പര ആരംഭിക്കുന്നത്. അതിനാൽ ജനുവരി 3-ഓടുകൂടി ടീം പ്രഖ്യാപനം വന്നേക്കാം എന്നതാണ് റിപ്പോർട്ട്. ഇന്ത്യ സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിൽ സ്ഥാനം നിലനിർത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പരിക്കിൽ നിന്ന് മോചിതനായ ശ്രേയസ് അയ്യരും ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ശുഭ്മാൻ ഗില്ലും ടീമിലേക്ക് മടങ്ങിയെത്തുമോ എന്നതാണ് അറിയേണ്ടത്. വിക്കറ്റ് കീപ്പർ ബാറ്ററായി മലയാളി താരം സഞ്ജു സാംസന് ഏകദിന ടീമിൽ ഇടം കിട്ടുമോ എന്നും കാത്തിരിക്കണം. കൂടാതെ ലോകകപ്പ് ടീമിൽ ഇടം നേടിയ ഇഷാൻ കിഷനെ ഏകദിന ടീമിലേക്ക് കൊണ്ടുവരുമോ എന്നതും ആകാംക്ഷയുള്ള കാര്യമാണ്.